മാൽദ്വീപ്സിൽ വന്നതിന് ശേഷം ഞാനും തന്നെയും ആദ്യമായിട്ടാണ് ഒരു ഫിഷിംഗ് ട്രിപ്പിന് പോകുന്നത്. ഫയാസ് സാറിൻ്റെ ഡിങ്കിയിലാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. നമ്മുടെ കൂടെ വിപിൻ സാറും ഫയാസ് സാറിൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. 5 വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കൗതുക കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രിഗർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിനെ ചിലർ യെല്ലോ ഫിൻ ടൂണയെ പിടിക്കാനായിട്ട് ബെയ്റ്റായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഈ യാത്രയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു ഇത്. നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ തക്കത്തിനാണ് എല്ലാ മീനും ഓടി വരുന്നത്. അങ്ങനെ ഹാൻഡ് ഫീഡ് കൊടുക്കുന്നതിനിടയിൽ ഒരു ട്രിഗർ ഫിഷിനെ കയ്യിൽ പിടിച്ചെടുത്തു ഫയാസ് സാർ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഗ്ലേസിംഗ് ആണ് അതിനെ കാണാനായിട്ട്. ഒത്തിരി മീനുകളുണ്ടായിരുന്നു, ഒരു 1000-ന് മേലെ മീനുകൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് മീൻ പിടിക്കാനാണ് നമ്മൾ പോയത്. നേരെ കടലിലേക്ക് ലൈൻ താഴേക്ക് ഇറക്കി വിടും. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന മീനിനെയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫയാസാൻ്റെ ഭാര്യയ്ക്കൊരു മീൻ കിട്ടി. അടുത്ത ടേണ് ധന്യയുടേതായിരുന്നു. ധന്യ ആ മീനെ പിടിച്ച് അത് വലിച്ച് കരയെ കയറ്റി. പക്ഷെ അത് മുകളിൽ വന്നപ്പോൾ ധന്യ ഭയങ്കര ബഹളം വയ്പ്പായിരുന്നു. എന്തായാലും അതിനെ വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീനാണ്. ഇതിനെ ഫിലളു എന്ന പേരിലാണ് മാൽദ്വീപ്സിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതിമനോഹരമായ മാൽദ്വീപ്സിലെ കടൽ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ യാത്ര തിരിച്ചു. സമുദ്രനീലിമയും ആ കാർമേഘവും ഒത്തുചേരുമ്പോൾ കാഴ്ച ഗംഭീരം. 2 മണിക്കൂറോളം കടലിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ദ്വീപിലെത്തി.